സ്ക്രീൻ ഷെയർ ചെയ്യാമോ സർ? സ്ക്രീൻ ഷെയർ ചെയ്ത് സമയപരിധിക്കുള്ളിൽ തന്നെ പ്രസന്റേഷൻ തീർക്കേണ്ടതാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ എളുപ്പത്തിൽ. കാണാമോ സർ? കാണാം സർ, പറഞ്ഞോളൂ സർ. ഓക്കെ, അപ്പോൾ സർ എനിക്ക് ബഹുമാനപ്പെട്ട കമ്മീഷൻ, താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി. ഈ 3 വിഷയങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ സമയം കൃത്യമായിട്ട് പാലിക്കുന്നു ഉറപ്പു തരുന്നു. ഒന്നാമത്തത് ഇത് KCRCയുടെ ഡിസ്കഷൻ പേപ്പറിൽ നിന്നുള്ള ഗ്രാഫാണ് IEAയുടെ. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഈ സോളാറിന്റെ ആ ഒരു ലൈനിന്റെ ആ ഒരു ഗ്രോത്ത് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് സംഭവിക്കണമെങ്കിൽ ഈ ബെറ്റർ ടെക്നോളജി ഇവോൾവ് ചെയ്ത് വരേണ്ടതുണ്ട്. ഇൻക്രീസ്ഡ് കൊമേഴ്സ്യൽ പാർട്ടിസിപ്പേഷൻ വേണം, എഫിഷ്യന്റ് റീറ്റെയിൽ നെറ്റ്വർക്ക് വേണം, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വേണം, സപ്പോർട്ട് റെഗുലേറ്ററി ഫ്രെയിം. ഇത് 5 ഫാക്ടറും കൂടി ചേരുമ്പോഴാണ് ശരിക്കും ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് സംഭവിക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് 2 എക്സാമ്പിൾ ഉണ്ട്. ഒന്ന് ഇന്ത്യയുടെ ഡിജിറ്റൽ ബാങ്കിങ്ങും ടെലികോം സർവീസുമാണ് ഇതിനു മുമ്പ് നടന്ന 2 പ്രധാനപ്പെട്ട ടെക് റെവല്യൂഷൻസ്. ഇനി അടുത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ ഉറപ്പാണ് ഇറ്റ് സോളാർ പെനിട്രേഷൻ. നമുക്ക് 2020 മറ്റേ കോവിഡിന്റെ പീരീഡ് ഒഴികെ ബാക്കി നമ്മുടെ ഈ ട്രെൻഡ് കാണിക്കുന്നത് ഇതൊരു ബേസ് മാത്രമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഞാൻ അറിയിക്കുന്നു. അപ്പൊ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നേരത്തെ കണ്ട എക്സ്പോണൻഷ്യൽ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇലക്ട്രിസിറ്റി അതോറിറ്റിയോട് പറയാനുള്ളത്, എല്ലാ അതോറിറ്റീസിനോടും പറയാനുള്ളത്, ഇതൊരു മലവെള്ളപ്പാച്ചിലാണ്. ഒരിക്കലും ഈ വേലി കെട്ടി ഈ അണ കെട്ടി ഇതുപോലുള്ള തടയാൻ ശ്രമിക്കരുത്. അത് നടക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ഇത് അൺഫോർച്ചുനേറ്റ് ടു സീ ദാറ്റ് ഇങ്ങനെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു വാചകം കടന്നു പോയി. ഒന്ന്, ആ കൺസ്യൂമേഴ്സിനെയും പ്രൊസ്യൂമേഴ്സിനെയും 2 തട്ടിൽ തിരിക്കുന്നു എന്നുള്ളതല്ല. ആ ഓർഡിനറി കൺസ്യൂമർ, ഡിഗ്നിഫൈഡ് കൺസ്യൂമേഴ്സ് എന്ന് വേണം പറയാനായിട്ട്. അത് ആ പ്രയോഗം തന്നെ എനിക്ക് തോന്നുന്നത് ശരിയല്ല. പിന്നെ ഇതിലെ നമ്മുടെ കേരളത്തിൽ പൊതുവെ കേൾക്കുന്ന ഒരു നരേറ്റീവ് എന്ന് പറയുന്നത് സോളാർ ഇസ് ഈക്വൽ ടു ഒരു പണക്കാരുടെ അഫയർ എന്നാണ്. ഇതിൽ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാപിറ്റൽ ലെറ്റർ ഈ ഓട്ടോക്കാരൻ 2 പാനൽ വെച്ചിട്ട് അവൻ നിങ്ങളുടെ ഗ്രിഡിലേക്ക് നമ്മുടെ ഗ്രിഡിലേക്ക് അവർ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവർ ഏത് ഗണത്തിൽപ്പെടുത്തും? ഒരു കാര്യം ഓർക്കുക, സർക്കാർ ഒരിക്കലും ഇവരെ മുതലാളിയെന്നോ അല്ലെങ്കിൽ പണക്കാരനായിട്ടോ ഒരിക്കലും ചിത്രീകരിക്കില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഇവരോടൊപ്പം തന്നെ അത് ഏത് സർക്കാർ ആയിക്കോട്ടെ നിൽക്കുമെന്നുള്ള കാര്യം നിങ്ങളൊക്കെ ഓർക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്കഷൻ പേപ്പറിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ ഡിസ്കഷൻ പേപ്പറിൽ പ്രിയാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള 2 വാക്കുകളാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചും എനർജി ട്രാൻസിഷൻ. അതുപോലെ 2021 ഇന്ത്യ ലോകത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള ഈ 5 ലക്ഷ്യങ്ങൾ. അപ്പൊ ഈ ലക്ഷ്യങ്ങളിലേക്ക് ആരാണ് നമ്മുടെ ആൾക്കാരെ നയിക്കേണ്ടത്? വെറുതെ ലക്ഷ്യം നേടാൻ സാധിക്കില്ലല്ലോ. അൺഫോർച്ചുനേറ്റ്ലി ഈ ഡ്രാഫ്റ്റ് സാധാരണക്കാരെ സോളാറിൽ നിന്നും അകറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ അടുത്ത പോർട്ട് കഴിഞ്ഞു, അടുത്ത ഇന്റഗ്രേഷനെ സംബന്ധിച്ച് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ കേരളം എന്ന് പറയുന്നത് എന്തോ വലിയൊരു മതിലുകെട്ടി തിരിച്ച ഒരു തുരുത്തും അതിനകത്ത് കിടന്ന് വിദ്യുച്ഛക്തി വകുപ്പും KSEBL KSRC എല്ലാം കൂടെ ഇങ്ങനെ ഈ ചപ്പാത്തിക്ക് മാവ് കുഴക്കി പരുവപ്പെടുത്തുന്ന പോലെ ഒരു 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 സംഗതി കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നാഷണൽ ഗ്രിഡിന്റെ ഭാഗമല്ലേ സാർ? ഒരു ഡിസ്കോമിന്റെ പണിയല്ലേ ഗ്രിഡ് മാനേജ്മെന്റ്? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജി റെവല്യൂഷനെ നേരിടാൻ കഴിഞ്ഞ 5 വർഷം KSEBL എന്തെല്ലാം ചെയ്തു? അടുത്ത 5 വർഷത്തെ KSEBL ഗ്രിഡ് മാനേജ്മെന്റ് പ്ലാൻ എന്താണ്? അതിന് എത്ര കോസ്റ്റ് കണക്കാക്കുന്നു? അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് മലയാളിയുടെ മുന്നിൽ, കേരളത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ് അല്ലാതെ എനിക്ക് തോന്നുന്നത്. പിന്നെ KSEBL ഒരു കാരണവശാലും കുറ്റപ്പെടുന്നില്ല. നമുക്കറിയാം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം എന്നതിൽ അതിന് ധാരാളം പരാധീനതകളുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും മനസ്സിലാകാത്തെന്ന് വെച്ചാൽ ടോർച്ച് ബെയറാകേണ്ട KCRC ഇവരോടൊപ്പം ചേർത്ത് ഇങ്ങനെ ഒരു അലമുറ ഇടേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ്. യു ക്യാൻ ഷോ ദ വേ. അതിനകത്ത് ഒരുപാട് മോഡലുകളുണ്ട്. സ്കാൻഡിനേവിയൻ കൺട്രീസ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ മറ്റു സ്റ്റേറ്റുകളുണ്ട്. അപ്പൊ അത് ചെയ്യുന്നതിന് എന്താണ് തടസ്സം എന്ന് KCRC എനിക്ക് മനസ്സിലാകും. പിന്നെ അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പിയർ ടു പിയർ ഡീലിംഗ്. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് റിയൽ ടൈം കൺസംഷൻ ഡാറ്റ നമുക്ക് ലഭ്യമല്ലാത്തതാണ്. റിയൽ ടൈം കൺസംഷൻ ഡാറ്റ ലഭ്യമല്ലാത്തതിന്റെ പിന്നിൽ നമുക്ക് സ്മാർട്ട് മീറ്റർ വേണമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സർക്കാരിന്റെ പോളിസി അനുസരിച്ച് ടോട്ടക്സോ കാപ്പക്സോ, ഞാൻ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും വഴി കൂടെ ഇതങ്ങ് ചെയ്യേ. സംഗതി വളരെ തമാശയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ടെക്നോളജി ഹാസ് എ ടൈം ഫാക്ടർ.
അതല്ലെങ്കിൽ ഈ വാമനപുരം ഇറിഗേഷൻ പ്രോജക്ട് പോലെ നമുക്ക് ടെക്നോളജി ഈ ഇലക്ട്രിസിറ്റിയിൽ അത്രത്തോളം ഒരു ലാക്സിറ്റി എടുക്കാനായിട്ടുള്ള അവസരമില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ കമ്മീഷനെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ എനിക്ക് ഇനി പബ്ലിക്കിനോട് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന ഈ പബ്ലിക്കിനോട് പറയാനുള്ളത് വെച്ചാൽ സെൽഫ് സഫിഷ്യൻസി, അത് ഫിനാൻഷ്യൽ സർവീസ് ആയിക്കോട്ടെ, നോളജ് ഇന്റർനെറ്റ് നോളജിന്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ എനർജി നീഡ്സ്, ഇതെല്ലാം നമ്മുടെ സെൽഫ് സഫിഷ്യൻസി, നമ്മുടെ ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് സോളാറിലോട്ട് പോകണം. ഇപ്പോഴീ ഉണ്ടായിരിക്കുന്ന ഈ പൊടിയും വെടപ്പും ഒക്കെ ഇത് ശരിക്കും നേരാവണ്ണം തന്നെ അവസാനിക്കുമെന്ന് നിങ്ങളെല്ലാം കരുതും. പിന്നെ ലാസ്റ്റ് സ്ലൈഡാണ്. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങളുണ്ട്. ബെറ്റർ ടെക്നോളജി, ഇൻക്രീസ്ഡ് കൊമേഴ്സ്യൽ പാർട്ടിസിപ്പേഷൻ, നമുക്ക് നമ്മുടെ EVയുടെ ഒക്കെ ആ ഒരു ഡെവലപ്പ് ചെയ്ത് വരുന്നത് നോക്കും. അതുപോലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ നോക്കും. ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ ഈ മേഖലയിൽ വക്കെയാണ്. അപ്പൊ ഒരു കാരണവശാലും തിരിച്ചു പോക്കില്ല. അപ്പൊ ഇവിടെ ഞാൻ ഈ പറഞ്ഞ വേൾഡിലായിക്കോട്ടെ, നിയമങ്ങളായിക്കോട്ടെ, ഇന്ത്യയുടെ നിയമങ്ങൾ, പോളിസീസ് ആയിക്കോട്ടെ, കേരളത്തിൻ്റെത് ആണ് നമുക്കുള്ള ഒരു ഏക, അതായത് ബാക്കി 4 ഘടകങ്ങളും ഓക്കെ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ റെഗുലേറ്റീവ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി, നമസ്കാരം. ശ്രീ വർഗീസ് വാഴയിൽ, പാലക്കാട്.